പലപ്പോഴും നമ്മുടെ ഇഷ്ടം നടക്കണമെന്ന് വെച്ച് ആഗ്രഹിച്ചല്ലേ നമ്മൾ ഓടിക്കൂടി ചാടി അവിടെ ചെന്ന് ഓഫീസറിനെ കണ്ടു, ബാങ്ക് മാനേജറെ കണ്ട, കടം വാങ്ങി. ഇപ്പോൾ അത് അടയ്ക്കാൻ നിവൃത്തിയില്ല. വീടിന്റെ പണി ആരംഭിച്ചു, അതില്ല. ഇനി ആരംഭിച്ചത് അത് പൂർത്തിയാക്കി, അതുമില്ല. കൊച്ചിന്റെ പഠനം പൂർത്തിയായി, അതുമില്ല. ആ വസ്തു വാങ്ങിച്ചോ, അതുമില്ല. കയ്യിൽ നിന്ന് കാശും പോയി, അത് നാനാ വഴിയെ ചെലവായി പോയി. ഇപ്പോൾ പലിശയ്ക്ക് പലിശ, കടത്തിനുമേൽ കടം കിടന്ന് കഷ്ടപ്പെടുക അല്ലേ? എന്താ കാര്യം? എടുത്തയാടി ചെയ്തതല്ലേ? ദൈവത്തോട് ചോദിച്ചോ? ആ വിഷയത്തിന് വേണ്ടി മുട്ടുമടക്കിയെന്ന് പ്രാർത്ഥിച്ചോ? നീയും നിന്റെ കുടുംബമായി ഇരുന്നൊന്ന് സ്തോത്രം ചെയ്തോ? കർത്താവേ, അവിടുത്തെ ഗിതം എന്നെ നിറവേറണമെന്ന് പറഞ്ഞോ? ഇല്ല. ദൈവത്തെ, നമ്മുടെ ആ വിഷയത്തിന് ദൈവത്തെ പോലും നമ്മൾ അടുപ്പിച്ചില്ലല്ലോ. അമേരിക്കയിൽ പോകുന്ന കാര്യം, ഇംഗ്ലണ്ടിൽ പോകുന്ന കാര്യം, ആ മെഡലിസ്റ്റിൽ പോകുന്ന കാര്യം, അല്ലെങ്കിൽ ആ ജോലിക്ക് കയറുന്ന കാര്യം, ആ കോഴ്സ് പഠിക്കുന്ന കാര്യം ദൈവത്തോട് ചോദിച്ചോ? ദൈവത്തെ പോലും അടുപ്പിച്ചില്ലല്ലോ. ദൈവത്തോടൊരു വാക്കുപോലും ചോദിച്ചില്ലല്ലോ. ഇപ്പൊ ചില കഷ്ടങ്ങളും വേദനകളും അനുഭവിക്കുമ്പോൾ ദൈവത്തെ വിളിക്കുക, കർത്താവെ എന്നെ എങ്ങനെ രക്ഷിക്കണം? അല്ല കുഞ്ഞ്, അങ്ങനല്ല. ദൈവത്തിന്റെ കയ്യിൽ ആദ്യം നീ കൊടുക്കണം. നാം ജീവിതത്തിൽ എന്ത് ചെയ്യാൻ തുടങ്ങിയാലും അത് ദൈവത്തിന്റെ കയ്യിൽ കൊടുക്കണം. ദൈവത്തിന്റെ കൈ കൊടുത്ത് ദൈവത്തോട് ആലോചന ചോദിക്കണം. മനുഷ്യരോട് ആലോചന ചോദിക്കരുത്. മനുഷ്യന്റെ ആലോചന വ്യർത്ഥമാണെന്ന വേദപുസ്തകം പറയുന്നത്. മൂക്കി ശ്വാസം ഉള്ള ഒന്നിനെയും വിശ്വസിക്കരുതെന്ന വേദപുസ്തകം പറയുന്നത്. എന്നാൽ നിന്റെ വീട്ടുകാര് നിന്റെ ശത്രുക്കളാണെന്ന വേദപുസ്തകം പറയുന്നത്. അങ്ങനെങ്കിൽ പരാജയം സംഭവിക്കുമ്പോൾ ദൈവസന്നിധി വന്ന് കരയുകയും നിലവിളിക്കുകയും മൂക്ക് ചീറ്റുകയും ചെയ്താൽ അവിടെ ഒരു പ്രവൃത്തി നടക്കത്തില്ല. ഇവിടെ ജനം പറഞ്ഞതുപോലെ പറയണം, കർത്താവിന്റെ ഇഷ്ടം എന്നിൽ എന്ത് ചെയ്യട്ടെ? നടക്കട്ടെ. ഇന്ന് രാവിലെ നമുക്ക് അങ്ങനെ പ്രാർത്ഥിക്കാം. പ്രിയരെ. കർത്താവെ, അങ്ങയുടെ ഇഷ്ടം എന്നിൽ നടക്കട്ടെ.